യഥാർത്ഥത്തിൽ ട്രയലിന്റെ ഘട്ടത്തിൽ പ്രതിഭാഗം ഉന്നയിക്കേണ്ട വാദങ്ങളാണ്. പരാതിക്കാരി പല സമയങ്ങളിൽ പല ഘട്ടങ്ങളിൽ പല കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ആരോപണത്തിന് കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. താങ്കൾ ഈ പരാതിയും അനുബന്ധ പരാതികളും ഒക്കെ വായിച്ചിട്ടുള്ള ആളാണല്ലോ, എന്ത് തോന്നുന്നു? ഈ രാഹുൽ ഈശ്വര് ഒരു കാരണവശാലും രാഹുൽ ഈശ്വരിനെതിരെ കേസ് എടുക്കാനുള്ള വഴിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വരിനെ പോലെ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരാള് സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഈ വിക്ടിമിനെ ഇങ്ങനെ ഡിഫേം ചെയ്ത് സംസാരിക്കുന്നത് അങ്ങേയറ്റം നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ രാഹുൽ ഈശ്വറിന് ഈ കുട്ടിയെ കുറിച്ചുള്ള ഈ ഡീറ്റെയിൽസ് എവിടെ നിന്നാണ് കിട്ടിയത്? ആ ഡീറ്റെയിൽസ് ആരെങ്കിലും പറയുന്നത് തന്നെ രാഹുൽ ഈശ്വരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ. നിങ്ങൾക്ക് ഇപ്പൊ കോടതി പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇതിന്റെ ട്രയലുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വരനോ രാഹുൽ ഈശ്വരന്റെ വക്കീലന്മാർക്കോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ഗൗരവമുള്ളതാണെന്നും ഇതിനൊരു ഇന്ററോഗേഷൻ അത്യാവശ്യമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ പറയുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ അഡ്മിഷനും കൂടി അതിന് ഘടകമായിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളെ പറയാൻ സമ്മതിക്കാതെ ഇടയിൽ സംസാരിച്ചുകൊണ്ട് മാത്രം ഒരു പ്രശ്നത്തിനൊരു പരിഹാരമില്ല. അപ്പൊ രാഹുൽ ഈശ്വരി ദയവ് ചെയ്ത് ഈ കുട്ടിക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള അലിഗേഷൻ പറയുന്നത് നിർത്തണം. നിങ്ങൾക്കിതിൽ യാതൊരു റോളുമില്ല. നിങ്ങൾ ആ പരിസരത്തുള്ള ആളല്ലല്ലോ. നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞറിവല്ലേ ഉള്ളൂ ഈ സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരാൾ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. നിങ്ങളല്ലല്ലോ ചെയ്തത്. പിന്നെ എന്തിനാണ് നമ്മളൊരാളെ ഡിഫെൻഡ് ചെയ്യാൻ വരുമ്പോഴും അതിന് കാണിക്കേണ്ട ഒരു മിനിമം ഒരു ബാലൻസിൽ. അപ്പൊ അത് രാഹുൽ സൂക്ഷിക്കണം. ദയവ് ചെയ്ത് ഇങ്ങനെ സ്ത്രീകളെ സംസാരിക്കരുത്. നമ്മൾക്കത് സഹിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. നിയമപരമായി അഡ്വക്കേറ്റ് എന്ന രീതിയിൽ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഇത്തരത്തിൽ സുപ്രീം കോടതി പറഞ്ഞ ഐഡന്റിറ്റി വെളിവാക്കുന്ന രീതി, ഈ വിക്ടിമിന്റെ ഈ രീതിയിൽ മോശപ്പെടുത്തുന്ന രീതി, ഇതൊക്കെ രാഹുൽ കണ്ടിന്യൂസ് ആയിട്ട് തുറന്നുകൊണ്ടിരിക്കുക. അപ്പൊ രാഹുലിന് എന്തു ആവാന്നാണോ ചാനലുകളിൽ ഇരുന്ന്? അത് ശരിയായിട്ടുള്ള രീതിയല്ല. ഓക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ.